നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തേർഡ് ചാപ്റ്ററാണ് അപ്ലോഡ് ചെയ്തത്, പോയമാണ് അപ്ലോഡ് ചെയ്തത്. ഇത് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററാണ്, ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ഡെപ്ത്സ് എന്താണ്? നമ്മൾ ആരെങ്കിലുമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ് അല്ലേ? എന്തിനാണ്? നന്ദിയുടെ ഒരു കടപ്പാടിൻ്റെ കാര്യമാണ് പറയുന്നത് ആരാണ്? സെൽമ ലഗ്രോഫ് ആണ് പറയുന്നത് കേട്ടോ. സെൽമ ലഗ്രോഫ് ആരാണ്? ദ റിനൗൺഡ് സ്വീഡിഷ് ഓതർ ആണ്. ഏത് രാജ്യമാണ്? സ്വീഡനാണ്. പിന്നെ എന്താണ് മെയിനായിട്ട് പറയാനുള്ളത്? ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ ദ നൊബൈൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചറിൽ നൊബൈൽ പ്രൈസ് നേടിയ ആദ്യത്തെ വനിതയാണ് എന്നുള്ള കാര്യം മറക്കരുത്. കിട്ടിയ വർഷം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. 1909 ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബുക്സ്, ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റ ബെർലിങ്ങും ആൻഡ് ദി ഇൻവിസിബിൾ ലിങ്ക്സും, 2 നമുക്കൊന്ന് പഠിച്ചു വച്ചിരിക്കാം കേട്ടോ. അതൊക്കെ നല്ല കാര്യമാണ്. നമുക്ക് നോക്കാം. ലെറ്റ് us read and reflect. നോക്കിയേ. In half a day, we have gone through the narrative of a man's voyage in time. ഹാഫ് എ ഡേയിൽ നമ്മൾ എന്താ കണ്ടത്? ഒരു വ്യക്തിയുടെ വോയേജ്, യാത്ര, എന്തിനൊപ്പം? കാലത്തിനൊപ്പമുള്ള യാത്രയാണ് ഹാഫ് എ ഡേയിൽ നമ്മൾ കണ്ടത്. Mahfouz's account of the timeless journey of human experience is followed by a moving speech by Selma Lagerlöf, the Nobel laureate, who envisions a significant moment in time with her departed father. Her speech reveals the perennial nature of memory and the eternal value of gratitude in a dreamlike scenario. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എൻ്റെ ഒരു ഫുൾ ഐഡിയ പറയാം. നമ്മൾ ഹാഫ് എ ഡേയിൽ കണ്ടത് എന്താണ്? മഹഫൂസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലേ? അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ്റെ പേരും അതാണല്ലേ. അദ്ദേഹത്തിൻ്റെ ടൈംലെസ് ജേണിയാണ് അല്ലേ, കാലത്തിനൊപ്പമുള്ള ആ ഒരു വോയേജ്, യാത്രയാണ് നമ്മൾ കണ്ടത്. ഇവിടെ അതിന് തൊട്ട് പുറമേ നമ്മൾ എന്ത് കാണുന്നു? സെൽമ ലഗ്രോഫിൻ്റെ മൂവിങ് സ്പീച്ചാണ്, ഒരു സ്പീച്ചാണ് നമ്മൾ കാണുന്നത്. അത് എന്ത് കാണിക്കുന്നു? ടൈമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്, ഒരു സിഗ്നിഫിക്കൻറ്റ് മൊമെൻറ്റ്, അവരുടെ ലൈഫിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് മൊമെൻ്റാണ് ഈ ഒരു സ്പീച്ചിലൂടെ അവർ പറയുന്നത്. ആരോടൊപ്പമുള്ള? അവരുടെ ഫാദറിനോടൊപ്പമുള്ള. ഫാദർ ഇപ്പോൾ കൂടെ ഉണ്ടോ? ഇല്ല, അത് മരിച്ചുപോയ ഒരാളാണ്. ഹർ സ്പീച്ച് റിവീൽസ് അപ്പം അവരുടെ ആ ഒരു സ്പീച്ച് എന്ത് കാണിക്കുന്നു? മെമ്മറി എന്ന് പറയുന്നത് ഓർമ്മകളുടെ ഒരു അനശ്വരത, അല്ലെങ്കിൽ എറ്റേണൽ വാല്യൂ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ എന്തും കാണിക്കുന്നുണ്ട്? ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എറ്റേണൽ വാല്യൂ. മനസ്സിലായോ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദിയാണ് അല്ലേ? നന്ദിയുടെ ഒരു അനശ്വരതയും അവിടെ കാണിക്കുന്നു. ഏത് രീതിയിൽ കാണിക്കുന്നു? ഒരു ഡ്രീം ലൈക്ക് സിനാരിയോ, ചുമ്മാതങ്ങ് പറയുകയല്ല, നമ്മുടെ മുന്നിൽ ഒരു രംഗ അവതരണം ഇങ്ങനെ നടത്തിയാണ് കാണിക്കുന്നത് കേട്ടോ. ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, സെൽമ ലഗ്രോഫ്. അപ്പോൾ എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? നൊബേൽ ലോറിയേറ്റ് ആണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ ദ നൊബൈൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ വിച്ച് വാസ് അവാർഡഡ് ടു ഹെർ ഇൻ 1909. വനിത ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് നൊബേൽ പ്രൈസിൽ അവാർഡ് കിട്ടുന്നത്. അതാണ് ആര്? ഈ വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വർക്ക്സും നമുക്ക് പഠിക്കണം. എന്താണ്? ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റ ബെർലിങ് ആൻഡ് ദി ഇൻവിസിബിൾ ലിങ്ക്സ്. ഈ 2 വർക്ക് പഠിച്ചു വെക്കണം. പിന്നെ ഇവർ ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ സ്വീഡനാണ്. അത്രയും നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് കടക്കാം. A few days ago, I was sitting in the train bound for Stockholm. അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് എങ്ങോട്ടേക്ക് പോവുകയാണ്? സ്റ്റോക്ക്ഹോമിലേക്ക് പോകാനായിട്ട് ട്രെയിനിലാണ്. ഇറ്റ് വാസ് ഏർലി ഈവനിങ്. ഒരുപാട് നേരത്തെയാണ്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണോ? അല്ല, കുറച്ച് നേരത്തെയാണ് അല്ലേ, ഏർലി ആണ്. There was little light in my compartment. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ അത്രത്തോളം ഒന്നും വെട്ടമുണ്ടായിരുന്നില്ല. ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്. വെളിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. My fellow passengers were dozing and I was very quiet listening to the rattling of the train. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്? ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ആരുമുണ്ട്? വേറെ പാസഞ്ചേഴ്സും ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുകയാണ്? ഡോസിങ്ങിലാണ്, ഉച്ചമയക്കത്തിൽ അല്ലെങ്കിൽ മയക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ ക്വയറ്റായിട്ട് ലിസണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് ലിസൺ ചെയ്യുന്നു? റാറ്റ്ലിംഗ് സൗണ്ട്. ട്രെയിനിനൊരു കടകട ശബ്ദമുണ്ട്, അതും ലിസൺ ചെയ്ത് ഞാനിങ്ങനെ വളരെ സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്. എങ്ങോട്ടേക്ക് പോവുകയാണ്? ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് പോവുകയാണ്.
And then I began to think of all the other times I had come up to Stockholm. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പലതും ചിന്തിക്കും. ഇവിടെ ഞാനും ചിന്തിക്കുകയാണ്, എന്താണ്, ഇതിനു മുമ്പ് ഞാൻ സ്റ്റോക്ക്ഹോമിൽ പോയ സമയത്തെപ്പറ്റി ഞാനും ചിന്തിക്കുന്നു. ഇറ്റ് ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാൻ പോകുന്നതൊക്കെ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്, സ്റ്റോക്ക്ഹോമിലൊക്കെ പോകുന്നത്. സച്ച് ആസ് ടു പാസ് എക്സാമിനേഷൻസ്. ഡിഫിക്കൽട്ടാണ്, എക്സാം പാസ്സാവാനായിട്ടൊക്കെ പോകുന്നത് പോലെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകാറ്. ആൻഡ് നൗ, ഇപ്പോഴോ, ഐ വാസ് കമ്മിങ് ടു റിസീവ് ദി പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇപ്പം ഞാൻ പോകുന്നത് എന്ത് വാങ്ങാനാണ്, നൊബേൽ പ്രൈസ് വാങ്ങിക്കാനാണ്. ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൽട്ട്. ഞാൻ ആലോചിക്കുന്നു അതും ഡിഫിക്കൽട്ടായിരിക്കും. ഡീപ്പ് വിതിൻ മീ however was a wondrous joy at receiving this prize. എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ സന്തോഷമുണ്ട് ഈ സമ്മാനം വാങ്ങുന്നതിൽ. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. അപ്പോൾ ഞാൻ എന്ത് ചിന്തിക്കുകയാണ്, ഭയങ്കര ആങ്ഷ്യസ് ആണല്ലേ, ഭയങ്കര ആങ്സൈറ്റി ഉണ്ട് എനിക്ക്. അപ്പം ഞാനത് മാറ്റാൻ, റിമൂവ് ചെയ്യാൻ, ഡിസ്പെൽ ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് എൻ്റെ ഒരു നല്ല ഭാവിക്ക്, ഒരു ഗുഡ് ഫോർച്യൂണിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു. ദെയർ വെയർ മൈ ഗുഡ് ഫ്രണ്ട്സ്. എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട്. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എൻ്റെ സഹോദരങ്ങളുണ്ട് അവിടെ. ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഏറ്റവും ആദ്യം നമ്മൾക്ക് എല്ലാവർക്കും പറയാനുണ്ടായ ആൾ തന്നെ ആരാണ്, മൈ ഓൾഡ് മദർ. എൻ്റെ അമ്മ, വയസ്സായ അമ്മയുണ്ട്. ഹൂ സിറ്റിംഗ് ബാക്ക് ഹോം. അമ്മ എവിടെ ഇരിക്കുകയാണ്, വീട്ടിലാണ്. വാസ് ഹാപ്പി ടു ഹാവ് ലിവ് ടു സീ ദിസ് ഡേ. ഇന്നത്തെ ദിവസം കൂടി കാണാൻ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നു അല്ലേ, അതിലമ്മ വളരെയധികം സന്തോഷിക്കുന്നു. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഐ ഫെൽറ്റ് എ ഡീപ്പ് സോറോ ദാറ്റ് ഹി വാസ് നോ ലോങ്ങർ വിത്ത് മീ. അല്ലേ, അലൈവ്, ഹി വാസ് നോ ലോങ്ങർ അലൈവ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ അമ്മ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ചിന്ത അച്ഛൻ അല്ലേ. അപ്പോൾ അച്ഛനെ പറ്റി ഓർത്ത് എനിക്ക് ഭയങ്കരമായൊരു സോറോ, ദുഃഖം വന്നു. കാര്യം എന്താണ്, എൻ്റെ അച്ഛൻ എന്താണ്, നോ ലോങ്ങർ അലൈവ്, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഐ കുഡ് നോട്ട് ഗോ ആൻഡ് ടെൽ ഹിം ദാറ്റ് ഐ ഹാഡ് ബീൻ അവാർഡഡ് ദ നൊബേൽ പ്രൈസ്. എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛനോട് പറയാൻ സാധിച്ചിട്ടില്ല, എന്ത്, എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടി എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. I knew that no one would have been happier than he to hear this. എനിക്കറിയാം, എന്തറിയാം, ഞാൻ ഇത് വാങ്ങിക്കുന്നതിൽ എൻ്റെ അച്ഛൻ സന്തോഷിക്കുന്ന അത്രയും വേറെ ആരും സന്തോഷിക്കില്ല. Yet it was a deep sorrow to me that I could not tell him. ഇപ്പോഴും എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്, എൻ്റെ അച്ഛനോട് എനിക്കിത് പറയാൻ സാധിച്ചില്ല. All rustle and bustle ceased. And the sound of the wheels became a soothing peaceful melody. എന്താണ് റസിൽ ആൻഡ് ബസിൽ എന്ന് പറയുന്നത്, ഒരു പ്രയോഗമാണ്. എന്താ സംഭവം, ശബ്ദ കോലാഹലങ്ങൾ, എല്ലാ ശബ്ദ കോലാഹലങ്ങളും, ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ അങ്ങ് നിന്നു. എന്നിട്ട് സീസ്ഡ് എന്ന് വെച്ചാൽ സ്റ്റോപ്ഡ്. എന്നിട്ട് അത് വളരെ സൂത്തിങ് ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള മെലഡിയായി മാറി ആ ശബ്ദം. The coaches no longer seem to run on rails and slippers but to glide into space. ഇപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ കോച്ചസ് പാളത്തിലൂടെ പോകുന്നതായിട്ട് തോന്നില്ല, ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്, ഗ്ലൈഡ് ചെയ്യുന്നു. ഇതിലേക്കൂടെ, ആകാശത്തുകൂടി അല്ലെങ്കിൽ സ്പേസിലൂടെ ഗ്ലൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. I sat there and thought how much I could like to see my old father again. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ അച്ഛനെ കാണാൻ ഞാൻ എത്രത്തോളം, ഒരിക്കലെങ്കിലും എൻ്റെ അച്ഛനെ ഒന്നുകൂടി കാണാൻ ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു. So light and soundless was the movement of the train that I could hardly imagine I was on this earth. ട്രെയിനിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് വളരെ വളരെ പതിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റിയില്ല, എന്ത്, ഞാനിപ്പോൾ ഈ ഭൂമിയിലാണ് എന്ന് ഞാനങ്ങ് മറന്നു. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പകൽ സ്വപ്നം കാണാൻ തുടങ്ങി. ജസ്റ്റ് തിങ്ക് ഇഫ് ഐ വെയർ ടു മീറ്റ് മൈ ഫാദർ ഇൻ പാരഡൈസ്. ഒന്ന് ചിന്തിക്കൂ, ഞാൻ ചിന്തിച്ചു, എന്ത് ചിന്തിച്ചു, ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ എങ്ങോട്ടേക്ക് പോകുന്നു, പാരഡൈസിലേക്ക്, സ്വർഗത്തിലേക്ക് പോകുന്നു. ഐ സീം ടു ഹാവ് ഹേർഡ് ഓഫ് സച്ച് തിങ്സ് ഹാപ്പനിങ് ടു അതർ പീപ്പിൾ. വൈ ദെൻ നോട്ട് ടു മൈസെൽഫ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റ് പലർക്കും സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്താണ്, നമ്മൾക്ക് ചിന്തയ്ക്ക് നിരക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, സ്വർഗത്തിലുള്ളവരെ കണ്ടെന്നും മരിച്ചുപോയവരെ കണ്ടെന്നും ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ, ഓരോ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്കങ്ങനെ പറ്റിക്കൂടാ? The train went gliding on, but it had a long way to go yet. ട്രെയിൻ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഇനിയും ഒരുപാട് സമയം യാത്ര ചെയ്യണം. ആൻഡ് മൈ തോട്ട്സ് റേസ്ഡ് അഹെഡ് ഓഫ് ഇറ്റ്.
അതിക്കും മേലെയായിട്ട് എൻ്റെ ചിന്തകൾ കടന്നുപോയി. ഫാദർ വിൽ സർട്ടൻലി ബി സിറ്റിംഗ് ഇൻ എ റോക്കിംഗ് ചെയർ. അപ്പോൾ എന്താണ്, സ്പേസിലൂടെയാണ് എന്ത് പോകുന്നത്? ഈ ട്രെയിൻ പോകുന്നതായിട്ട് അവർക്ക് തോന്നുന്നു. അതിനും മുകളിൽ സ്വർഗരാജ്യത്തേക്ക് ഇവരങ്ങ് പോയി. ഫാദർ വിൽ സർട്ടൻലി ബി സിറ്റിംഗ് ഇൻ എ റോക്കിംഗ് ചെയർ. എന്താണ് പറയുന്നത്? അച്ഛനിൻ്റെ അടുത്തെത്തി. അച്ഛൻ എവിടെ ഇരിക്കുകയാണ്? ഉറപ്പായും അച്ഛനിങ്ങനെ ആട്ടുകസേരൽ അല്ലെങ്കിൽ ചാരുകസേരയിൽ ഇരിക്കുക. ഓനെ വരാന്ത, ഒരു വരാന്തയിൽ, നമ്മുടെ പ്രയോഗമാണ്. വിത്ത് എ ഗാർഡൻ ഫുൾ ഓഫ് സൺഷൈൻ, ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അപ്പം അവിടെയാണ് മനോഹരമായ ഒരു പൂന്തോട്ടം, മുറ്റമുണ്ട്. അവിടെ ഒരു വരാന്തയിൽ അച്ഛനൊരു കസേരയിൽ ഇരിക്കുന്നു. അവിടെ എന്തുമുണ്ട്? ഭയങ്കരമായ സൺഷൈനൊക്കെ ഉണ്ട്, കിളികളുണ്ട്, പൂക്കളുണ്ട്. എത്ര മനോഹരമായ സ്ഥലത്താണ് എൻ്റെ അച്ഛനല്ലേ. ഹീ വിൽ ബി റീഡിങ്, ഓഫ് കോഴ്സ്. എന്ത് ചെയ്യായിരിക്കും? ഉറപ്പായും അച്ഛൻ വായിക്കുകയായിരിക്കും. അപ്പോൾ നല്ല വായനാശീലമുണ്ടായിരുന്ന അച്ഛനായിരുന്നു അല്ലേ. ബട്ട് വെൻ ഹീ സീസ് മീ ഹീ വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക്, പുഷ് ഹിസ് സ്പെക്ടക്കിൾസ് ഹൈ അപ്പോൺ ഹിസ് ഫോർഹെഡ് ആൻഡ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ടുവേർഡ് മീ. അപ്പം എന്താ പറയുന്നത്? അച്ഛൻ ബുക്ക് വായിക്കുകയാണല്ലേ, പക്ഷെ എന്നെ കാണുമ്പോൾ ഉറപ്പായും അച്ഛൻ ആ ചെയറിൽ നിന്ന് എഴുന്നേൽക്കും, അല്ലെങ്കിൽ പുസ്തകം മാറ്റി വെച്ച് കണ്ണാടി എടുത്ത് ഇങ്ങനെ തലയിലേക്ക് വെച്ച് എന്ത് ചെയ്യും? എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് അച്ഛൻ നടന്നു വരും. ഹി വിൽ സേ, എന്ത് പറയും അച്ഛൻ? ഗുഡ് ഡേ മൈ ഡോട്ടർ, നല്ല ദിവസമാണ് മകളെ. ഐ എം വെരി ഗ്ലാഡ് ടു സീ യു, നിന്നെ കണ്ടതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഓർ വൈ യു ആർ ഹിയർ ആൻഡ് ഹൗ ആർ യു മൈ ചൈൽഡ്. ഒന്നുകിൽ അങ്ങനെ പറയും, അല്ലെങ്കിൽ എന്ത് പറയും? നീ എന്താണ് ഇവിടെ? നിനക്ക് എങ്ങനെയുണ്ട് കുഞ്ഞേ, എൻ്റെ മകളെ, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കും. ജസ്റ്റ് as he always used to. പണ്ടും അച്ഛൻ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഹി വിൽ സെറ്റിൽ അഗെയിൻ ഇൻ ഹിസ് റോക്കിംഗ് ചെയർ ആൻഡ് ഓൺലി ബിഗിൻ ടു വണ്ടർ വൈ ഐ ഹാവ് ടു കം ടു സീ ഹിം. അച്ഛൻ വീണ്ടും പോയി തിരിച്ചിരുന്നതിന് ശേഷം മാത്രമേ അച്ഛൻ ചിന്തിക്കൂ, ഞാൻ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. യു ആർ ഷുവർ ദർ ഈസ് നത്തിങ് എമിസ്. അപ്പം എന്താണ് ആദ്യം ചിന്തിക്കുക? പ്രശ്നമൊന്നും അവിടെ ഇല്ലല്ലോ അല്ലേ, അവിടെ ഒരു പ്രോബ്ലവും ഇല്ലല്ലോ നാട്ടിൽ എന്നുള്ള ചിന്തയാണ് ആദ്യം അച്ഛൻ ഉന്നയിക്കുക. ഹി വിൽ ആസ്ക് സഡൻലി, പെട്ടെന്ന് അത് ചോദിക്കും. നോ ഫാദർ, ഓൾ ഈസ് വെൽ. അപ്പം ഞാൻ എന്ത് പറയും? ഇല്ല അച്ഛാ, അവിടെ എല്ലാവർക്കും സുഖമാണ്. ഐ വിൽ റിപ്ലൈ. ബട്ട് ദെൻ ജസ്റ്റ് ഐ ആം അബൌട്ട് ടു ബ്രേക്ക് മൈ ന്യൂസ് ടു ഹിം. അപ്പം ഞാൻ എന്തിനാ വന്നത്? എനിക്ക് നൊബൈൽ പ്രൈസ് കിട്ടിയ കാര്യം പറയാനല്ലേ. പക്ഷേ അത് പറയുന്നതിന്, ആ ന്യൂസ് അങ്ങ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യും? ആൻഡ് ട്രൈ ദ ഇൻഡയറക്റ്റ് അപ്രോച്ച്. നേരിട്ട് പറയില്ല, കറങ്ങി പറയും. എന്ത് പറയും? ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ് ഫാദർ. ഐ വിൽ സേ, ഫോർ ഐ ആം വെരി ഹെവിലി ഇൻ ഡെപ്റ്റ്. ഞാൻ എന്ത് പറയും? അച്ഛാ, ഞാൻ താങ്കളോട് വന്നത് ഒരു അഡ്വൈസ് ചോദിക്കാനാണ്, ഉപദേശം ചോദിക്കാനാണ്. ഞാൻ ഭയങ്കരമായ കടബാധ്യതയിലാണ് എന്ന് പറയും. I am afraid you will not get much help from me in this matter, father will reply. അച്ഛൻ എന്ത് പറയും? അയ്യോ, എനിക്ക് നിന്നെ ഈ ഒരു കാര്യത്തിൽ അധികം സഹായിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. One may well say of this place that it has everything except money. ഈ ഒരു സ്ഥലത്ത് നിന്ന് നിനക്ക് എന്ത് ലഭിക്കില്ല? പണം ഒഴിച്ച് മറ്റെന്തും ചിലപ്പോൾ ലഭിച്ചേക്കാം, പണം ലഭിക്കില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മണി ദാറ്റ് ഐ ഓ. ഞാൻ ആവശ്യപ്പെടുന്നത് എന്തല്ല? പണമല്ല. ഡു യു റിമെമ്പർ ഹൗ യു യൂസ്ഡ് ടു പ്ലേ ദ പിയാനോ ആൻഡ് സിംഗ് ബെൽമൻ സോങ്സ് ടു അസ് ചിൽഡ്രൻ ആൻഡ് ഹൗ യു വുഡ് ലെറ്റ് അസ് റീഡ് ടെഗ്നർ ആൻഡ് റുനിബർഗ് ആൻഡ് ആൻഡേഴ്സൺ. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ എനിക്ക് എന്താണ് കടം? ഞാൻ എന്തിലല്ല കടപ്പെട്ടിരിക്കുന്നത്? പണത്തിലല്ല. അച്ഛൻ ഓർമ്മയുണ്ടോ? എന്ത്? അച്ഛൻ സ്ഥിരമായി പിയാനോയിൽ ഞങ്ങൾക്ക് പിയാനോ പ്ലേ ചെയ്ത് തരുമായിരുന്നു. അതുപോലെ ബെൽമൻ്റെ പാട്ടുകൾ പാടാറുണ്ട്, ബെൽമൻ സോങ് പാടാറുണ്ട് ഞങ്ങൾ കുട്ടികൾക്ക്. ആൻഡ് ഹൗ യു വുഡ് ലെറ്റ് അസ് റീഡ് ടെഗ്നർ ആൻഡ് റുനിബർഗ് ആൻഡ് ആൻഡേഴ്സൺ. ഞങ്ങളിൽ നല്ല വായനാശീലം ഉണ്ടാക്കിയത് അച്ഛനാണല്ലേ. എന്തൊക്കെ വായിപ്പിച്ചു? ടെഗ്നറും റുനിബർഗും ആൻഡേഴ്സണും ഒക്കെ ഞങ്ങൾക്ക് വായിക്കാൻ തന്നത് അച്ഛൻ ഓർമ്മയില്ലേ? ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ഡെപ്റ്റ്. അന്നാണ് ഞാൻ ആദ്യമായി കടപ്പെടുന്നത്. ഫാദർ, ഹൗ ഷാൽ ഐ എവർ റീപേ ദം ഫോർ ടീച്ചിങ് മീ ടു ലവ് ഫെയറി ടെയിൽസ് ആൻഡ് സാഗാസ് ഓഫ് ഹീറോസ്. എന്താ പറയുന്നത്? അച്ഛാ, ഹൗ ഷാൾ ഐ എവർ റീപേ, എങ്ങനെയാണ് എനിക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ കടം വീട്ടാനാവുക? ദം, ഈ ആൾക്കാർക്കൊക്കെ, കുറേ റൈറ്റേഴ്സിൻ്റെ പേര് പറഞ്ഞില്ലേ, അവർക്കൊക്കെ ഞാൻ എങ്ങനെ കടം വീട്ടും? ഫോർ ടീച്ചിങ് മീ ടു ലവ് ഫെയറി ടെയിൽസ് ആൻഡ് സാഗാസ് ഓഫ് ഹീറോസ്. അപ്പോൾ അവരുടെ വർക്കുകളൊക്കെ ഇതുപോലെ ഫെയറി ടെയിൽസും ഹീറോസിൻ്റെ വീരചരിത്രങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അവരോട് കടപ്പെട്ടു, അത് കടം വാങ്ങിയതാണ്. ഞാനിനി അതെങ്ങനെ തിരികെ വീട്ടും?
Father will straighten up in his rocking chair and a look of wonder will come into his eyes. അപ്പം അച്ഛൻ നേരെ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് കണ്ണുകളിൽ അത്ഭുതം നിറയും. I am glad that I got you into this debt, he will say. എനിക്ക് സന്തോഷമുണ്ട്, നിന്നെ ഈ കടത്തിൽ ആക്കിയത് ആരാണ്? ഞാനാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്താണ്? നിന്നെ നല്ലൊരു വായനക്കാരിയാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. യെസ്, യു മേ ബി റൈറ്റ്. ശരിയായിരിക്കാം ഫാദർ, ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് ഈസ് നോട്ട് ഓൾ ഓഫ് ഇറ്റ്. അത് മാത്രമല്ല പക്ഷേ. തിങ്ക് ഓഫ് ദോസ് പുവർ ഹോംലെസ് വാഗബോൺസ് who used to travel up and down playing the fool and singing all those songs. അപ്പോൾ അച്ഛൻ എന്തും ഓർക്കണം. അച്ഛൻ ഈ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല ഞാൻ കടപ്പെട്ടത്, അല്ലെങ്കിൽ അവരോട് മാത്രമല്ല. ഞാൻ ആ പാവപ്പെട്ട വീടില്ലാത്ത വാഗബോൺസ്, എന്താണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ ആൾക്കാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവരെന്തൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്? പ്ലേയിങ് ദ ഫൂൾ, മറ്റുള്ളവരെ കളിയാക്കുന്നു എന്ന് പറയാം, ചീട്ട് കളിക്കുന്നു എന്ന് പറയാം, എല്ലാം തമാശയായി കാണുന്നു എന്ന് പറയാം. അങ്ങനെയൊക്കെ നടക്കുന്നവർ അവരെന്ത് പാടുന്നു? ആ പാട്ടുകളൊക്കെ പാടി നടന്ന് അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വാട്ട് ഡു ഐ നോട്ട് ഓ ടു ദം? ഞാൻ എന്തുകൊണ്ട് അവരോട് കടപ്പെട്ടുകൂടാ? ടു ദെയർ മിസ്ചീഫ്, അവരുടെ കുസൃതികൾക്ക് അല്ലെങ്കിൽ അവരുടെ തമാശയ്ക്ക്. ആൻഡ് മാഡ് പ്രാങ്ക്സ്, എന്താണ് പ്രാങ്ക്? പ്രാക്ടിക്കലായിട്ട് നടത്തുന്ന എന്താണ് തമാശകളാണ് പ്രാങ്കുകൾ, അല്ലേ? ആൻഡ് ഓൾഡ് മെൻ ആൻഡ് വിമൻ സിറ്റിംഗ് ഇൻ ദെയർ സ്മോൾ ഗ്രേ കോട്ടേജസ് ടെലിംഗ് മീ വണ്ടർഫുൾ സ്റ്റോറീസ് ഓഫ് വാട്ടർ സ്പ്രൈറ്റ്സ് ആൻഡ് ട്രോൾസ് ആൻഡ് എൻചാൻറ്റഡ് മെയ്ഡൻസ്. അപ്പോൾ അവരോട് കടപ്പെട്ടിരുന്നത് പോലെ ഇനി വേറെയും ഒരു കാറ്റഗറി ഉണ്ട്. കുറേ പ്രായം ചെന്ന ആൾക്കാർ, അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്. അവർ എനിക്ക് എന്ത് പറഞ്ഞു തന്നു? അവരുടെ സ്മോൾ കോട്ടേജിൽ ഇരുന്നു കൊണ്ട് അവരെനിക്ക് മനോഹരമായ കഥകൾ പറഞ്ഞു. ആരുടെയൊക്കെ? ജലയക്ഷികളുടെ, അതുപോലെ തന്നെ അമാനുഷികമായ ജീവികൾ. ട്രോൾ എന്ന് പറയുന്നത് അമാനുഷിക ജീവികളാണ്. അതുപോലെ എൻചാൻറ്റഡ് മെയ്ഡൻസ്, വശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മനം മയക്കുന്ന അല്ലെങ്കിൽ മന്ത്രം ചൊല്ലി വശീകരിക്കുന്ന മെയ്ഡൻസിൻ്റെ കഥ പറഞ്ഞു തന്ന ആ പ്രായം ചെന്ന ഓൾഡ് മെൻ ആൻഡ് വിമനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വാസ് ദേ ഹു ടോട്ട് മീ ദാറ്റ് ദെയർ ഈസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. അവരാണ് എന്നെ പഠിപ്പിച്ചത്. എന്താണ്? കരിങ്കല്ലിലും ഇരുണ്ട കാട്ടിലുമൊക്കെ എന്തുണ്ട്? വെട്ടം ചെല്ലാത്ത കാട്ടിലുമൊക്കെ എന്തുണ്ട്? കവിത ഒളിഞ്ഞിരിക്കുന്നു എന്ന് എന്നെ പഠിപ്പിച്ചത് അവരാണ്. ആൻഡ് ഐ ആം ഇൻ ഡെപ്റ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ, ഞാൻ ജനങ്ങളോട് മാത്രമല്ല കടപ്പെട്ടിരിക്കുന്നത്. ദെയർ ഈസ് ദ ഹോൾ ഓഫ് നേച്ചർ ആസ് വെൽ, ഭൂമി മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ദ ആനിമൽസ് ദാറ്റ് വോക്ക് ദ എർത്ത്, ഈ ഭൂമിയിലൂടെ നടക്കുന്ന ആനിമൽസ്. ദ ബേർഡ്സ് ഇൻ ദ സ്കൈസ്, ആകാശത്തൂടെ പറക്കുന്ന ബേർഡ്സ്. ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, മരങ്ങളും പൂക്കളും. ദേ ഹാവ് ഓൾ ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രട്സ്, അവരെല്ലാം അവരുടെ ചില സീക്രട്സ് എന്നെ പഠിപ്പിച്ചവരാണ്. ഫാദർ വിൽ ബി as carefree and relaxed as he used to be. അച്ഛൻ വളരെ കെയർ ഫ്രീയും റിലാക്സ്ഡുമായിട്ടിരിക്കും, എന്നും ഇരിക്കുന്നത് പോലെ. നെവർ ഫിയർ ചൈൽഡ്, ദർ ഈസ് എ റെമഡി ഫോർ യുവർ ട്രബിൾ. പേടിക്കേണ്ട കുഞ്ഞേ, നിൻ്റെ ട്രബിളിന് ഉറപ്പായും പരിഹാരം ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു കാര്യം പറയുകയാണ്, വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ലൈക്ക് കൂടുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. അതുപോലെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും, താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. I don't think, Father, that you really understand how hard it is for me. എനിക്ക് തോന്നുന്നില്ല എന്താണ് താങ്കൾക്ക് അത്ര കൃത്യമായി മനസ്സിലാകുമോ, ഞാൻ ഇത് എത്രത്തോളം എനിക്ക് കഠിനമായിട്ടുണ്ട് എന്ന് താങ്കൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിയില്ല. ഐ എം ഓൾസോ ഇൻ ഡെപ്റ്റ് ടു മൈ റീഡേഴ്സ്, ഞാൻ എൻ്റെ വായനക്കാരോടും കടപ്പെട്ടിരിക്കുന്നു. വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് നോ വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്. എൻ്റെ പുസ്തകം വായിക്കാൻ ആരുമില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്താകുമായിരുന്നു. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. എന്നെ പറ്റി എഴുതിയ ആൾക്കാരുണ്ട്, അവരെ പറ്റി ഞാൻ മറക്കാൻ പാടില്ല. തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത കുറേ ആൾക്കാർ മറ്റ് രാജ്യങ്ങളിലുണ്ട്, അതും ഞാൻ മറക്കില്ല. ഐ ഓ ദം ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ അവരോട് എൻ്റെ നന്ദി പറയുന്നു. ഫാദർ, ബോത്ത് ഫോർ ദെയർ പ്രൈസ് ആൻഡ് ഫോർ ദെയർ സെൻഷർ. അവരെന്ത് ചെയ്തിരുന്നു? എന്നെ ഉയർത്തി സംസാരിച്ചു, എന്നെ ക്രിട്ടിസൈസ് ചെയ്തു, വിമർശിച്ചും സംസാരിച്ചു. ഇവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി പറയുന്നു. യെസ്, ഫാദർ വിൽ സേ ആൻഡ് ഐ ഷോൾ സീ ഹിം ലുക്ക് ലിറ്റിൽ ലെസ് കാം. അപ്പോൾ എനിക്കെന്ത് കാണാം? അച്ഛൻ കുറച്ച് അസ്വസ്ഥനാണ്. ശരിയാ നിന്നെ അവരോടൊക്കെ ഉള്ള കടപ്പാടുണ്ട് എന്ന് അച്ഛൻ പറയും. റിമെമ്പർ ഓൾ ഹു ഹാവ് ഹെൽപ്ഡ് മീ ഫാദർ.
എന്നെ സഹായിച്ച എല്ലാവരെയും ഓർക്കണം. ഐ ഷുഡ് സേ, ഞാൻ എന്ത് പറയും? തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസൽഡേ who tried to open doors for me when no one dares to believe in me. എൻ്റെ ഒരു സുഹൃത്തുണ്ട് എസൽഡേ, അവളെപ്പറ്റി അല്ലെങ്കിൽ അവനെപ്പറ്റി ഓർക്കണം. എന്ത് ചെയ്തു അവർ? എനിക്ക് വേണ്ടി വാതിലുകൾ തുറന്നു. അന്ന് എന്നെ ആരും വിശ്വസിക്കാത്ത സമയത്തും എനിക്ക് ഒരുപാട് വഴി തുറന്നു തന്ന എൻ്റെ ആ സുഹൃത്തിനെ ഞാൻ ഓർക്കണം. അവസരം തന്ന ആ സുഹൃത്തിനെ ഞാൻ ഓർക്കുന്നു. All the love that has come to me, the honors, the distinctions. എനിക്ക് എന്ത് വന്നു? ഒരുപാട് സ്നേഹം എൻ്റെ അടുത്തേക്ക് വന്നു, ഒരുപാട് ബഹുമാനം, ഒരുപാട് വിശിഷ്ടത, ഇതൊക്കെ എനിക്ക് കിട്ടി. ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് നൗ ദറ്റ് ഐ ഹാഡ് ടു കം ടു യു ടു ആസ്ക് ഹൗ സച്ച് ഡെപ്റ്റ്സ് ക്യാൻ ബി പെയ്ഡ്. ഇപ്പോൾ യു നോട്ട് അണ്ടർസ്റ്റാൻഡ് നൗ, ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രത്തോളം വലിയൊരു കടം വീട്ടുന്ന കാര്യം, അതിനെപ്പറ്റി സഹായം ചോദിക്കാനാണ് ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നതെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ് ആൻഡ് ഡസ് നോട്ട് ലുക്ക് സോ ഹോപ്പ്ഫുൾ എനിമോർ. അച്ഛൻ ഇപ്പോൾ എന്ത് ചെയ്യും? തലകുനിച്ചിരിക്കും, പ്രതീക്ഷയെല്ലാം പോയി എന്നുള്ള അർത്ഥത്തിൽ. ഐ എഗ്രി ഡോട്ടർ, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു, ബട്ട് ഷുവർലി ദർ ഇസ് നത്തിങ് മോർ യു ഓ എനിമോർ. എന്താണ്? ശരിയാണ്, നിൻ്റെ പ്രശ്നത്തിന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണോ? അല്ല. അത്ര എളുപ്പം പോംവഴി കാണാൻ പറ്റിയ പ്രശ്നമല്ല. പക്ഷേ ഉറപ്പായും ഇതിൽ കൂടുതൽ നീ ആരോടും കടപ്പെട്ടിരിക്കില്ല. യെസ് ഫാദർ, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ഇനഫ് ടു bear all that out before, but my biggest debt has not yet come. That is why I had to come to you for advice. എന്താണ്? ശരിയാണ്, ഈ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു കടപ്പാടിലാണ് ഞാൻ. അതിനാണ് ഞാൻ താങ്കളുടെ അടുത്തേക്ക് ഉപദേശം ചോദിക്കാൻ വന്നത്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓ സ്റ്റിൽ മോർ. എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി നീ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്. But my biggest debt has not yet come. That is why I had to come to you for advice. I cannot understand how you could owe still more. Father will say, oh yes, I will reply, and then I will tell him all about this. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ അച്ഛനോട് പറയും, എന്ത്? എനിക്ക് അക്കാഡമി അവാർഡ് കിട്ടിയെന്ന് പറയും. ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദി അക്കാഡമി. എനിക്ക് അക്കാഡമി വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഫാദർ വിൽ സേ, but looking at me and seeing my face, he will know it is all true. ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് വിശ്വസിക്കാനാകാതെ അച്ഛൻ നിൽക്കും. പക്ഷേ എൻ്റെ മുഖം കാണുമ്പോൾ അച്ഛൻ എന്ത് മനസ്സിലാകും? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാകും. ആൻഡ് ദെൻ എവറി റിങ്കിൾ ഇൻ ഹിസ് ഫേസ് വിൽ ട്രെമ്പിൾ. അതിനുശേഷം മുഖത്തെ ചുളിവുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. ആൻഡ് ടിയേഴ്സ് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. പിന്നീട് അദ്ദേഹത്തിന് കണ്ണുനീര് കണ്ണ് നിറയും. തിങ്ക് ഫാദർ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഓണർ ആൻഡ് മണി they are bestowing on me. അച്ഛാ, അവരെനിക്ക് നൽകുന്നത് അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്നത്, എന്നിൽ അർപ്പിക്കുന്നത് എന്തുമാത്രമല്ല പണമോ അല്ലെങ്കിൽ പദവിയോ അല്ലെങ്കിൽ ബഹുമാനമോ ഒന്നും മാത്രമല്ല. they have shown that they have trust enough in me to single me out before the whole world. How shall I repay this debt? അവരെന്നിൽ എന്തർപ്പിക്കുന്നു? വിശ്വാസം അർപ്പിക്കുന്നു. ഈ ലോകത്തിന് മുന്നിൽ എന്നിലുള്ള വിശ്വാസമാണ്, അവരുടെ വിശ്വാസമാണ് അവർ കാണിച്ചതല്ലേ, അത് ഞാൻ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക? ഫാദർ വിൽ സിറ്റ് ആൻഡ് സ്റ്റിൽ നോ വേർഡ്സ് വിൽ കം as he thinks. അവസാനം എന്താണ്? അച്ഛൻ ഇരുന്നിട്ട് ഒരക്ഷരം അച്ഛനെ കൊണ്ട് പറയാൻ സാധിക്കില്ല. ദെൻ ഡ്രൈങ് ടിയേഴ്സ് ഓഫ് ജോയ് ഫ്രം ഹിസ് ഐസ്, ഹി വിൽ ബാങ് ഡൗൺ ഹിസ് ഫിസ്റ്റ് ഓൺ ദ ആം of the rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. അച്ഛൻ കുറച്ച് നേരം ഉത്തരമൊന്നും കിട്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് കസേരയിൽ ഇങ്ങനെ കൈകൊണ്ട് തട്ടിക്കൊണ്ട് അച്ഛൻ എന്ത് പറയും? കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അച്ഛൻ എന്ത് പറയും? ഭൂമിയിലും സ്വർഗത്തിലും ഒന്നുമുള്ള ആൾക്കാർക്ക് പരിഹാരം കാണാൻ പറ്റാത്ത ഈ പ്രശ്നം ആലോചിച്ചു കൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല? റാക്ക് മൈ ബ്രെയിൻ, എൻ്റെ തല പുകയ്ക്കില്ല എന്ന് പറയുന്നു. I am too happy that you have been given the Nobel Prize to worry about anything. അപ്പോൾ എന്താണ് നിന്നെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നിൻ്റെ ചിന്തയ്ക്ക് കാരണമായ ഈ നൊബേൽ പ്രൈസിനെ ഓർത്താണ് നീ ചിന്തിക്കുന്നത് അല്ലേ? ഞാനതിൽ വളരെ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. Your Majesties, Your Royal Highnesses, ladies and gentlemen, having received no better answer than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose
ടു ദി സ്വീഡിഷ് അക്കാഡമി. ഇനി പറയുന്നത് എന്താണ്, അവർ സ്വീഡിഷ് അക്കാഡമിയിൽ നൊബേൽ പ്രൈസ് വാങ്ങാൻ വന്നിട്ട് നടത്തുന്ന സ്പീച്ചിൻ്റെ ആ ഒരു ക്ലൈമാക്സ് ഭാഗമാണ്. എന്ത് പറയുന്നു? യുവർ മെജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്. നമ്മൾ സംസാരിക്കില്ലേ, അപ്പം അവൾ വന്ന് നിന്നവരെയൊക്കെ സംബോധന ചെയ്യില്ലേ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് പറയുന്നത് പോലെ കുറച്ചുകൂടി ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്ന, എന്നാൽ അത്രത്തോളം വലിയ പദവിയിലിരിക്കുന്നവരാണല്ലേ. അങ്ങനെ വിളിച്ചിട്ട് എന്ത് പറയും? എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു, അതിനൊക്കെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്തവർക്കൊക്കെ ഈ പ്രൈസ് ഞാൻ വാങ്ങിക്കൊണ്ട് ഞാൻ ആരോടൊക്കെ എന്തൊക്കെ പറയണമോ അതെല്ലാം ഈ ഒരു സ്പീച്ചിലുണ്ട്. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനായിട്ട് ഇല്ല. എൻ്റെ നേർക്ക് വന്ന ക്വസ്റ്റ്യൻസിനുമൊക്കെ ഇതാണ് എൻ്റെ ആൻസർ. ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഇറ്റ് ഓൺലി റിമൈൻഡ്സ് ടു മീ ടു ആസ്ക് യു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളോട് എനിക്കിനി ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ സന്തോഷം എന്നോടൊപ്പം പങ്കുവെക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻ ദ ടോസ്റ്റ് വിച്ച് ഐ ഹാവ് ദ ഓണർ ടു പ്രപ്പോസ് ടു ദി സ്വീഡിഷ് അക്കാഡമി. ജോയിൻ മീ ഇൻ ദ ടോസ്റ്റ്. എന്താണ്? ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സന്തോഷം അറിയിക്കാനായിട്ടുള്ള ഒരു രീതിയാണ് അത്. ആ ഒരു രീതിയാണ് നമ്മൾ സാധാരണ എന്തെന്ന് പറയുന്നത്, ജോയിൻ മീ ഇൻ ദ ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിങ്ങിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്ലാസ് ഉയർത്തി സന്തോഷം പങ്കുവയ്ക്കും. അതാണ് ഈ ജോയിൻ മീ ഇൻ ദ ടോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം പങ്കുവയ്ക്കാൻ ഈ രീതിയിൽ നിങ്ങൾ എന്നോട് ഒപ്പം സന്തോഷം പങ്കുവച്ച് ജോയിൻ ചേരുക, എന്നോടൊപ്പം ചേരുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നൊബേൽ പ്രൈസ് വാങ്ങിയ സന്തോഷം ഭൂമിയിലുള്ള അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും അതുപോലെ അവരുടെ പബ്ലിഷേഴ്സും എല്ലാവരും അവരിൽ വിശ്വാസം അർപ്പിച്ച എല്ലാവർക്കും സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മാനം എത്രത്തോളം വലുതാണെന്ന് കാണിക്കാൻ മരിച്ചുപോയ അച്ഛൻ വരെ എത്രത്തോളം സന്തോഷിക്കുന്നു എന്ന് അവരിവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. അത് മതിയല്ലോ ഈ ഒരു ദിവസം അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കാൻ അല്ലേ. അവർ സന്തോഷവതിയാണ്, മരിച്ചുപോയവരുടെ അച്ഛനാണ് ഏറ്റവും സന്തോഷിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു അക്കാഡമി അവാർഡ് അവരുടെ അച്ഛന് ജീവിച്ചിരുന്നെങ്കിൽ എത്രത്തോളം ഇത് അച്ഛൻ സന്തോഷിച്ചേനെ എന്ന് വരെ കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ വളരെ മനോഹരമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ. നല്ലൊരു കഥയാണല്ലേ, നല്ലൊരു സ്പീച്ചിലൂടെ പറഞ്ഞ ഒരു കഥയാണല്ലേ. നന്നായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വായിച്ചാൽ അർത്ഥം മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. ആക്ടിവിറ്റീസൊക്കെ പിന്നീട് ചെയ്യുന്നതായിരിക്കും. 3rd ചാപ്റ്റർ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മക്കൾ അതൊന്ന് കയറി കണ്ടുതരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു യൂണിറ്റിൽ. ഇനി ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട്, പാർട്ട് ബൈ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.